ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ്സിലെ നാളെ നടക്കുന്ന ഹിന്ദി എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. ഏത് പാഠത്തിലെയാണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ജട്ട്പട്ട് और നട്ട്കട്ട് എന്ന പാഠത്തിലെ ഒരു പാസേജാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, और बड़े को तो छोटे का ध्यान रखना ही पड़ता है, यह किसने कहा? ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ മാം. അടുത്തത് ഒരു വാക്യ പിരമിഡാണ്. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ഹമേശ എന്നും ബഡേക്കോ എന്നാണ്. ഈ രണ്ട് വാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ വാക്യ പിരമിഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ധ്യാൻ രഖ്ന പടുത്താ ഹേ, ചോട്ടേക്ക ധ്യാൻ രഖ്ന പടുത്താ ഹേ. അപ്പോൾ അടുത്ത് എന്ത് വരും? ബഡേക്കോ ചോട്ടേക്ക ധ്യാൻ രഖ്ന പടുത്താ ഹേ, ഹമേശ ബഡേക്കോ ചോട്ടേക്ക ധ്യാൻ രഖ്ന പടുത്താ ഹേ. അടുത്ത ക്വസ്റ്റ്യൻ, ജട്ട്പട്ട് ക്യോം പരേശാൻ ഹേ, എന്തുകൊണ്ടാണ് ജട്ട്പട്ട് വിഷമിച്ചത്? അതിൻ്റെ ആൻസർ നോക്കൂ. നട്ട്കട്ട് കെ വ്യവഹാർ സെ ജട്ട്പട്ട് പരേശാൻ ഹോ ജാത്താ ഹേ, നട്ട്കട്ടിൻ്റെ സ്വഭാവം കാരണമാണ് ജട്ട്പട്ട് ഇത്രയും വിഷമിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കഹാനിക്ക് ആധാർ പർ ചാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, നമ്മുടെ ഈ സ്റ്റോറിയെ ആധാരമാക്കിയിട്ട് കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള 4 പ്രസ്താവനകൾ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ ഇതാണ്. ഒന്നാമത്തെ, നട്ട്കട്ട് തീസരി കക്ഷാമേ പഠിത്താ ഹേ, അത് ശരിയാണ്. രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്തെ, നട്ട്കട്ട് കോ ഗിട്ടി പയരാന ആത്താ ഹേ, നട്ട്കട്ടിനെ കല്ലെറിയാൻ അറിയാം, അത് ശരിയാണ്. പിന്നെ അടുത്തത്, നട്ട്കട്ട് കോ തൈർന ആത്താ ഹേ, അത് തെറ്റാണ്, നട്ട്കട്ടിന് നീന്താൻ അറിയില്ലായിരുന്നു. അടുത്തത്, ജട്ട്പട്ട് പാഞ്ചുവീം കക്ഷാമേ പഠിത്താ ഹേ, അത് ശരിയാണ്. ജട്ട്പട്ട് കോ സ്കൂൾ കെ രാസ്തേ മേ രുക്കർ ചോട്ടേക്ക ഇന്തസാർ കർണ പഠിത്താ ഹേ, അതും ശരിയാണ്. ജട്ട്പട്ട് സ്കൂളിൽ പോകുന്ന വഴിയിൽ നട്ട്കട്ടിനെ കാത്തു നിൽക്കാറുണ്ട്. അപ്പോൾ ഈ 4 എണ്ണമാണ് ശരിയായത്. ഈ 4 എണ്ണം ശരിയായ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സൂചന എന്ന് പറയുന്നത്, ബഹുത് ദിനോം കെ ബാദ് എന്ന കവിതയിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഈ ഒരു കവിതയിൽ നിന്നാണ് എഴുതേണ്ടത്. അപ്പോൾ കവിതയുടെ വരികൾ നിങ്ങൾ ആദ്യം വായിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻമേം സെ വിശേഷൻ ശബ്ദ് കോൺസാ ഹേ, ഇതിലേതാണ് വിശേഷൻ ശബ്ദ്? ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഫസൽ, താൻ, ബഹുത്ത്, ദാൻ. ഈ 4 വാക്കിൽ ഏതാണ് വിശേഷൻ ശബ്ദ്? ആൻസർ ഇതാണ്, ബഹുത്ത്, വളരെ എന്നത് ആണ് മറ്റൊന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സമാൻ ആശയവാലി പങ്ക്തി ചുൻകർ ലിഖേ, ഇവിടെ താഴെ ഒരു ആശയം കൊടുത്തിട്ടുണ്ട്. ആശയം ഞാൻ വായിക്കാം. ദാൻ കൂട്ടത്തി യുവതിയോം കി സുരീലി ആവാസ് മൻ ബർ സുന, ഇതൊരു ആശയമാണ്. അപ്പോൾ ഈ ആശയം വരുന്ന വരികൾ എടുത്ത് എഴുതുകയാണ്. അപ്പോൾ വരികളാണ് മുകളിൽ തന്നിട്ടുള്ളത്. എന്താണ്? അബ്കി മേം ജീബർ സുൻ പായ ധാൻ കൂട്ടത്തി കിഷോരിയോം കി കോഖിൽ ഖണ്ഡി താൻ ബഹുദ്ദിനോം കെ ബാദ്. അപ്പോൾ ഈ 2 വരി എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും വരും. ഒരു ആശയം തന്നിട്ട് വരികൾ എടുത്തെഴുതുക. ഓക്കെ. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഫസലോം കി മുസ്കാൻ സെ ക്യാ താൽപര്യ ഹേ? ആൻസർ, പക്കി ഹുയി ഫസലേം ധൂപ്പുമേം ചമക്കത്തി ഹേ, നല്ല പാകമായിട്ടുള്ള വിളകൾ ആ വെയിലത്ത് ഇങ്ങനെ തിളങ്ങുന്നു, അതിനെയാണ് വിളകളുടെ ചിരി എന്നതുകൊണ്ട് കവി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, കവി ഔർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശിക ആശയ ലിഖേ, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ആശയം എഴുതാൻ, ടിപ്പണി എഴുതാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ബഹുത് ദിനോം കെ ബാദ് എന്ന കവിതയുടെ ആശയം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ടിപ്പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി നോക്കിയിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ. അടുത്തത്, ഗർ എന്ന പാഠത്തിലൊരു പാസേജ് തന്നിട്ടുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ, സഹി വികൽപ്പ് ചുൻകർ ലിഖേ, ഇത് ഉറപ്പായിട്ടും വരുന്നതാണ്. ഇതൊരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്, സർവനാമാണ്. വേ പ്ലസ് കി ഉൻകി, അതാണ് ശരിയായത് കേട്ടോ. അപ്പോൾ ഇതിന് 1 മാർക്കാണ്. അടുത്തത്, ഫർഹാദിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10, സങ്കേതോം കി സഹായതാ സെ ഫർഹാദ് കി ചരിത്ര വിശേഷതാओं पर टिप्पणी लिखे, ഒരു 5 പോയിന്റ്സ് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഒന്ന്, സാമാജിക് ചേതന രഖ്നെ വാല, अध्ययनशील, दूसरों की भलाई चाहने वाला, പ്രാണിയോं पर ദയ രഖ്നെ വാല. ഈ 4 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫർഹാദിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതണം. അപ്പോൾ ഈ പോയിന്റ്സ് നമ്മൾ കൂട്ടി കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അഥവാ എന്ന് പറഞ്ഞാൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. പ്രസ്തുത പ്രസംഗ് പർ ചിപ്കലി ഔർ മക്കടി കെ ബീച്ച് കി ബാത്ചീത് തയ്യാർ കരേ, തന്നിട്ടുള്ള പാസേജ് യൂസ് ചെയ്തുകൊണ്ട് ചിപ്കലിയും മക്കടിയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്, സംഭാഷണം എഴുതാനാണ്. അപ്പോൾ അതും കൂട്ടുകാർക്ക് എഴുതാം. അത് ഈസിയാണ്, നമ്മുടെ പാസേജിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും.
അടുത്തത് ഫൂൽ എന്ന പാഠത്തിലെയാണ്. കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏക് ഹി ബാവു സെ ഹമേശ ദഹകത്തെ രഹത്തെ ഹേ ഫൂൽ കവിനെ ഐസ ക്യോം കഹ. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് കെ ഫൂൽ ഹമേശ ദഹകത്തെ രഹത്തെ ഹേ പരിവർത്തൻ നഹി ചാഹത്തെ ഹേ ഇസ്ലിയെ ഐസ കഹ. അതായത് പ്ലാസ്റ്റിക് പൂവാണ് ഇതുപോലെ ഒരു മാറ്റവും ഇല്ലാണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പോസ്റ്ററാണ്. പ്രകൃതി കി രക്ഷ ഹമാരി സുരക്ഷ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേ. നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിലുണ്ട്. പ്രകൃതിയുടെ രക്ഷ നമ്മളുടെ സുരക്ഷ എന്ന ഒരു സന്ദേശം കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു പോസ്റ്റർ എഴുതുമ്പോൾ നമ്മൾ ബോക്സൊക്കെ വരച്ച് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചിത്രമൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ ഈ ഒരു പോസ്റ്റർ എഴുതണം കേട്ടോ. നമ്മളൊരു മാക്സിമം 4 സെൻറ്റൻസ് എങ്കിലും അതിൻ്റെ ഉള്ളിൽ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, അഥവാ പോസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ലഘുലേഖ എഴുതാനാണ്. അതായത് പ്രകൃതിയെ കുറിച്ചിട്ട്, പ്രകൃതി ജീവൻ കാ ആധാർ ഹേ എന്ന വിഷയത്തെ കുറിച്ചിട്ട് ഒരു ലഘുലേഖനം എഴുതാനാണ്. അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രകൃതിക്ക് മഹത്വ്, പ്രകൃതി സേ ലാഭ്, പ്രകൃതി പ്രദൂഷൺ, പ്രകൃതി കാ സംരക്ഷൺ. ഈ 4 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഒരു ഷോർട്ട് എസ്സേ ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റർ എഴുതുക, അല്ലെങ്കിൽ ഈ ലഘുലേഖ എഴുതുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് എഴുതാം.